നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മയക്കുമരുന്ന് കടത്തുകാർക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി പുതിയ മയക്കുമരുന്ന് വിരുദ്ധ കരട് നിയമത്തിന് കുവൈത്ത് മന്ത്രിസഭ അംഗീകാരം നൽകി. വധശിക്ഷയും പിഴയും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളാണ് ഇനി മുതൽ കുറ്റവാളികൾക്ക് ലഭിക്കുക. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുല്ല അൽ അഹമ്മദ് അസ്ബാഹിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിയമം പാസാക്കിയത്. രാജ്യത്ത് നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ബഹ്റൈൻ MP ജലീൽ അൽ സയ്യിദ്. ആരോഗ്യമേഖലയിൽ കൂടുതൽ നിക്ഷേപം എത്തുന്നതോടെ ആശുപത്രികളുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഈ മേഖലയിൽ വരും കാലങ്ങളിൽ ജീവനക്കാരുടെ കുറവ് വന്നേക്കാം. പൗരന്മാർക്ക് ഈ മേഖലയിൽ ജോലി ഉറപ്പാക്കാൻ വേണ്ടി നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിക്കണമെന്നും MPമാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചതിന് പലിശ ഇനത്തിൽ ബാങ്ക് അകാരണമായി വാങ്ങിയ തുക തിരിച്ചു നൽകണമെന്ന് ഉത്തരവിട്ട് അബുദാബി കോടതി. 1,89,873 ദിർഹം പരാതിക്കാരന് തിരികെ നൽകാൻ കൊമേഴ്ഷ്യൽ കോടതി ഉത്തരവിട്ടു. ഉപഭോക്താവിന് നേരിട്ട സാമ്പത്തിക ധാർമ്മിക ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാരമായി 25,000 ദിർഹം ബാങ്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു. സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ സ്വദേശിവൽക്കരണ നിബന്ധനകൾ സമയപരിധിക്കുള്ളിൽ നടപ്പാക്കണമെന്ന് UAE മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഈ വർഷം ഡിസംബർ 31-നകം വർഷാവസാന സമയപരിധി പാലിക്കാത്ത കമ്പനികൾക്ക് സാമ്പത്തികവും നിയമപരവുമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. സ്വദേശികളെ വൈദഗ്ധ്യമുള്ള തസ്തികകളിലേക്ക് നിയമിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.